ഓർമ്മയ്ക്കായി ഭാഗം 59. ഹായ്, ഞാനാണ് കാർത്തിക. ഇന്നത്തെ ഈ ഭാഗം മുഴുവനും റൊമാൻസാണ്. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഈ മുടി അഴിച്ചിട്ട് ഒരു പൊട്ടും വെച്ച് പിന്നെ ഇത് കണ്ടോ, വല്ലുമിച്ചി മോൾക്കായി വാങ്ങി വെച്ചതാണ്, ഇവിടെ വരുമ്പോൾ തൊടാനായിട്ട് എന്ന് പറഞ്ഞ് ഒരു കുങ്കുമച്ചെപ്പും കാണിച്ചു കൊടുത്തു. അതിൽ നിന്നും കുങ്കുമം അവളുടെ നേരെ നീട്ടി. അവൾ അതെടുത്ത് കുറച്ചെടുത്ത് അവളുടെ സീമന്തരേഖയിൽ തൊട്ടു. മതി, ഇത്രയും മതി, നന്നായിട്ടുണ്ട് എൻ്റെ മോളെ കാണാൻ, വല്യമ്മച്ചി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. വാ, വല്യമ്മച്ചി ആക്കിത്തരാം എന്ന് പറഞ്ഞ് അതെല്ലാം അവിടെ വെച്ച് ടേബിളിൽ മൂടി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാലെടുത്ത് വല്യമ്മച്ചി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആൽഫിയുടെ മുറിയിലേക്ക് നടന്നു. ആൽഫിയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് കയറ്റി വല്യമ്മച്ചി വാതിലടച്ച് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വല്യമ്മച്ചി ഒന്ന് ഞെട്ടി. പിന്നെ ആ റൂമിലേക്കും മുന്നിൽ നിൽക്കുന്ന ആളെയും വല്യമ്മച്ചി ഒന്ന് നോക്കി. ആൻസി, വല്യമ്മച്ചി വിളിച്ചതും അവൾ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. എന്താ വല്യമ്മച്ചി ഇപ്പോൾ ഞാൻ കണ്ടത്? അമ്മു എന്താ ഇച്ചാൻ്റെ മുറിയിൽ? ആൻസി ചോദിച്ചതും വല്യമ്മച്ചി ചുറ്റും ഒന്ന് നോക്കി. പിന്നെ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു. എന്താ നിനക്കറിയേണ്ടത്? വല്യമ്മച്ചി ചോദിച്ചു. ഇപ്പോൾ ഞാൻ കണ്ടത് എന്താണ്? അമ്മു അവളെ ഇത്രയും അണിച്ചൊരുക്കി, സിന്ദൂരം കണ്ടു ഞാൻ. അവളെ ഒരു കല്യാണപ്പെണ്ണിനെ പോലെ ഒരുക്കി എന്തിനാ ആൽഫിച്ചായൻ്റെ മുറിയിലേക്ക് അവളെ ആക്കി കൊടുത്തത്? ആൻസി ചോദിച്ചു. അവൾ അവൻ്റെ ഭാര്യയായതുകൊണ്ട്, ഇന്ന് അവരുടെ ഈ വീട്ടിലെ ആദ്യത്തെ രാത്രി ആയതുകൊണ്ട്. വല്യമ്മച്ചി പറഞ്ഞതും അവൾ ഞെട്ടി വല്യമ്മച്ചിയെ നോക്കി. അതെ മോളെ, അപർണ സുബ്രഹ്മണ്യം ഇപ്പോൾ അപർണ ആൽഫ്രഡ് സാമുവലായി മാറിക്കഴിഞ്ഞു. അതായത് അവളുടെ കഴുത്തിൽ നമ്മുടെ ആൽഫി, നിങ്ങളുടെ ആൽഫിച്ചായൻ താലി കെട്ടി അവളെ ഭാര്യയാക്കി. കഴിഞ്ഞ ദിവസം അവരുടെ വിവാഹമായിരുന്നു, മാണിക്കത്താന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ച്. വല്യമ്മച്ചി പറഞ്ഞതും ആൻസി ഒരു ഞെട്ടലോടെ നോക്കി. അവള് സമ്മതിച്ചോ? അവളുടെ അമ്മയും മുത്തശ്ശനും? അത്രയും ആൻസി പറഞ്ഞതും അവരെല്ലാവരും അറിഞ്ഞ് അവരുടെ എല്ലാവരുടെയും പിന്നെ എൻ്റെയും വല്യപ്പച്ചൻ്റെയും സമ്മതത്തോടു കൂടിയാണ് ആൽഫ്രഡ് അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയത്. വല്യമ്മച്ചി പിന്നീട് ആൻസിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് ഒരു ഷോക്കിലായിരുന്നു ആൻസി. ഇത് നടക്കേണ്ടതാണ്, ആര് വിചാരിച്ചാലും ഇത് തടയാൻ സാധിക്കില്ല, ദൈവവിധിയാണ്, വല്യമ്മച്ചി പറഞ്ഞു. നീയായിട്ട് ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട, സമയമാകുമ്പോൾ അവൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളും, വല്യമ്മച്ചി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരും ആരും ഇത് അറിയരുത്, വല്യമ്മച്ചി പറഞ്ഞു. വല്യമ്മച്ചി പറഞ്ഞു കഴിഞ്ഞതും ആൻസി വല്യമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അവളെ? എൻ്റെ ഇച്ചാൻ്റെ പെണ്ണായിട്ട് അവൾ ഈ വീട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും, അവൾ പറഞ്ഞു. എന്നാ അവൾ നിൻ്റെ ഇച്ചാൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നാലാളറിയേ, ഈ നാട്ടുകാരറിയേ അവളെ ഈ വീടിൻ്റെ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കുന്ന അന്ന് വരെ ഇക്കാര്യങ്ങൾ ആരും അറിയരുത്, വല്യമ്മച്ചി പറഞ്ഞു. ഇല്ല, ഞാൻ ആരോടും പറയില്ല, അവൾ പറഞ്ഞു. കിടന്നു, രാവിലെ അമ്മമ്മോള് വന്നോളും, ആൽഫിയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ആൻസിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വല്യമ്മച്ചിയുടെ നെഞ്ചിൽ ഒരു ആശ്വാസം തോന്നി. ഇതേ സമയം ആൽഫിയുടെ റൂമിലേക്ക് കയറിയ അമ്മു അവിടുത്തെ കാഴ്ച കണ്ട് നോക്കി നിന്നുപോയി. അത്രയും മനോഹരമായിട്ടായിരുന്നു ആ റൂം ഒരുക്കിയത്. മെഴുകുതിരിയുടെ വെളിച്ചവും ആ നറുമണവും അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അപ്പോഴാണ് വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് തല തുടച്ചുകൊണ്ട് ആൽഫി പുറത്തേക്ക് വരുന്നത്. മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി നിന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ടവൽ അവിടെയുള്ള കസേരയിൽ ഇട്ടുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല കുനിച്ച് നിൽക്കുന്ന അവളുടെ താടിയിൽ പിടിച്ച് അവൻ മുഖമുയർത്തി. ഇപ്പോഴും നാണം മാറിയിട്ടില്ലേ എൻ്റെ പെണ്ണിൻ്റെ? അവൻ ചോദിച്ചു. അവളുടെ കയ്യിലെ പാൽ കണ്ടതും ഇത് എനിക്കാണോ? അവൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. ഇന്നലെയും ഇങ്ങനൊരു ഗ്ലാസ് പാലിൽ നിന്ന് തുടങ്ങിയതാണ്, പിന്നെ നിന്റെ ഇച്ചായനെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ബെഡിനടുത്തേക്ക് നടന്നു. അവളെ ബെഡിലിരുത്തി. അവനും ഇരുന്നു കൊണ്ട് കയ്യിലെ ഗ്ലാസ്സിലെ പാല് മുഴുവനും അവൻ കുടിച്ചു. അവൻ മുഴുവനും കുടിക്കുന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി. തനിക്ക് തരാതെ മുഴുവനും കുടിച്ചോ എന്നായിരുന്നു അവൾ ആലോചിച്ചത്.
പാല് കുടിച്ച ഗ്ലാസ് സൈഡിലെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആൽഫി അവളെ ബെഡിലേക്ക് കിടത്തി. അവൾക്ക് മുകളിലായി കിടന്നു. അവളൊന്ന് ഞെട്ടി. വലത് കൈകൊണ്ട് അവളുടെ 2 കവിളിലുമായി അവൻ കുത്തിപ്പിടിച്ചു. അവളുടെ ചുണ്ടുകൾ ഒന്നകന്നു. അവൻ അവളുടെ വായ്ക്കുള്ളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ്റെ വായ്ക്കുള്ളിൽ വെച്ച് പാല് മുഴുവനും അവളുടെ വായ്ക്കുള്ളിലേക്ക് കൊടുത്തു. അതറിഞ്ഞതുപോലെ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ പാല് മുഴുവനും അവൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നു. വായിലേക്ക് പാല് അവൻ പകർന്നു കൊടുക്കുമ്പോൾ അവളുടെ വായ്ക്കുള്ളിലെ പാല് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ പോയതും അവൾ വേഗം വേഗം പാല് കുടിച്ചിറക്കി. പാല് മുഴുവനും അവളുടെ വായ്ക്കുള്ളിലേക്ക് പകർന്നു നൽകിയതും അവൻ അവളുടെ നാവിനെ നുണഞ്ഞെടുത്തു. അവളുടെ കൈകൾ അവൻ്റെ മുതുകിലായി ഓടി നടന്നു. ഒരു കൈ അവൻ്റെ പിൻകഴുത്തിലായി കൊരുത്തു വലിച്ചു. അവൾക്ക് ശ്വാസം മുട്ടിയതും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കരുത്തിൽ അവൾക്ക് അവനെയൊന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. അവൻ്റെ വലത് കൈ അവളുടെ മാറിലും അവളുടെ വയറിലേക്കും ഇഴഞ്ഞു നടന്നു, സാരിക്ക് മുകളിലൂടെ തന്നെ. അവൻ അവളുടെ വായ്ക്കുള്ളിൽ നിന്നും അവൻ്റെ നാവിനെ പുറത്തേക്കെടുത്തു. അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു. അപ്പോൾ തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ ചപ്പി നുണഞ്ഞു. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അതുകൂടിയായതും ആൽഫിക്ക് അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ മേൽച്ചുണ്ടിലേക്കും ചേക്കേറി. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് ഒന്ന് മറഞ്ഞു. അവളെ അവന് മുകളിലായി കിടത്തി. അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ വിടാതെ തന്നെ അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കൈ അവളുടെ ഷോൾഡറിൽ നിന്നും ആ സാരിയെ വിടിയിച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് ഒന്നുകൂടി മറഞ്ഞു. അവളെ അടിയിലാക്കിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. പിന്നെ അവളുടെ ദേഹത്ത് നിന്നും മാറി എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ അവളുടെ ഷോൾഡറിൽ നിന്നും ആ സാരി അഴിച്ചു. മാറിൽ നിന്നും സെറ്റുമുണ്ടിൻ്റെ മുകൾ ഭാഗം വലിച്ചു മാറ്റി. മനോഹരമായ അവളുടെ ആ മാറിടം ആ ബ്ലൗസിനുള്ളിൽ മനോഹരമായി കണ്ടതും ആൽഫിയിൽ വികാരത്തിൻ്റെ കെട്ടുകൾ പൊട്ടി. അവൻ്റെ കണ്ണുകൾ അവളുടെ ഭംഗിയുള്ള ആലില വയറിലും ആ പൊക്കിൾ ചുഴിയിലും അവിടെ കാണുന്ന ആ കുഞ്ഞു മറുകിലും എത്തി നിന്നു. അവൻ്റെ കൈകൾ അവളുടെ വയറിലായി ഒന്ന് തലോടി. ആ പൊക്കിൾ ചുഴിക്ക് ചുറ്റും അവൻ്റെ നാവുകൾ കൊണ്ട് ഒന്ന് തലോടി. അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൾ ചുഴിയുടെ ആഴമളന്നു. പൊക്കിൾ ചുഴിയിൽ അവൻ്റെ വിരലുകൾ താഴ്ന്നതും അവൾ കാലുകൾ കുത്തി ഉയർന്നു പൊങ്ങി. അവൻ അവൾക്ക് മുകളിലായി അവൻ്റെ ശരീരം ഒന്ന് അമർത്തി. അവളെ ബെഡിലേക്ക് അമർത്തിക്കൊണ്ട് ആൽഫിയുടെ നഗ്നമായ നെഞ്ചും വയറും അവളുടെ നഗ്നമായ വയറിലും മാറിലുമായി അമർന്നു. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലകൾ അവളുടെ നെഞ്ചിലായി പതിഞ്ഞു കിടന്നു. അവൻ്റെ കൈകൾ അവളുടെ കൈകളെ കോർത്തു പിടിച്ചു. കാലുകൾ തമ്മിൽ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ ചുണ്ടുകളെ വീണ്ടും നുണഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലായതും വീണ്ടും അവളുടെ ചുണ്ടുകളെ അമർത്തി മുത്തിക്കൊണ്ട് അവൻ മോചിപ്പിച്ചു. അവനൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ കിടന്നു. അവളുടെ ചുണ്ടുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ വായിൽ നിന്നും ഒഴുകിയ പാല് അവളുടെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയിരുന്നു. ആ പാലിൻ്റെ അംശത്തെ പോലും അവൻ അവൻ്റെ നാവിനാൽ നുണഞ്ഞെടുത്തു. അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. അപ്പോഴും അവൻ്റെ കൈകൾ രണ്ടും അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചിട്ടുണ്ട്. അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പാലിൻ്റെ രുചിയെ നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും അവൻ്റെ മുഖം അവളുടെ മാറിലായി എത്തി നിന്നു. 2 മാറിനെയും അവൻ അവൻ്റെ മുഖം കൊണ്ട് അമർത്തി, ചുണ്ടുകൾ കൊണ്ട് അമർത്തി ചുംബിച്ചു. ബ്ലൗസിന് മുകളിൽ കൂടി തന്നെ അവൻ ആ 2 മാറിനെയും ഒന്ന് കടിച്ചു. അവളിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. കൈകളും കാലുകളും അനക്കാൻ പറ്റാതെ അവൻ അവൻ്റെ ശരീരം കൊണ്ട് അവയെല്ലാം ബന്ധനത്തിലാക്കിയിരുന്നു. അവളുടെ മാറിനെ മറച്ചിരുന്ന ആ ബ്ലൗസിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു കൈ കൊണ്ട് അവൻ അവളുടെ ബ്ലൗസിൻ്റെ കൊളുത്തുകൾ അഴിച്ചു മാറ്റി അവളെ നഗ്നയാക്കി. അവളൊന്ന് കുതറിയതും അവൻ അവൻ്റെ മുഖം അവിടെ അമർത്തി. അമ്മുവിന് ശ്വാസം പോലും വിടാൻ പറ്റാതെ വിറങ്ങലിച്ചു പോയിരുന്നു. ഇപ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അവൻ്റെ കട്ടിയുള്ള ആ മീശയും ആ താടി രോമങ്ങളും അവളുടെ മാറിടിക്കിലായി കുത്തിത്തുളഞ്ഞ് കയറുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ മുഖം അവൻ അവളുടെ മാറിടിക്കിലായി ഉരസി.
അവൾ കിടന്ന് പുളയാൻ തുടങ്ങി. ആ! അവളുടെ ശീൽക്കാര ശബ്ദങ്ങൾ അവനിൽ ആവേശം കൂട്ടി. അവൻ അവളുടെ മാറിനെ ചുണ്ടുകൾ കൊണ്ട് കടിച്ചെടുത്തു. അവളൊന്ന് പിടഞ്ഞു പൊങ്ങി. വീണ്ടും അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അമർത്തി. അവളുടെ 2 മാറിനെയും മാറി മാറി അമർത്തി നുണയാൻ തുടങ്ങി. ഒരു മാറിനെ അവൻ നുണയുമ്പോൾ മറ്റേ മാറിനെ കൈകൾ കൊണ്ട് അവൻ താലോലിച്ചു. അവൾക്ക് വേദനിച്ചു തുടങ്ങി. അത് മനസ്സിലായതും അവൻ പതിയെ അവിടെ തഴുകി. നാവുകൾ കൊണ്ട് ആ വേദനയെ അവൻ നുണഞ്ഞെടുത്തു. അവളുടെ 2 മാറിനെയും അവൻ ഏറെ നേരം കൈകളിൽ ഞെരിച്ചും ചുണ്ടുകളാൽ ചുംബിച്ചും അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളിൽ നിന്നും താഴേക്ക് ചലിച്ചു. അവളുടെ പൊക്കിൽ ചുഴിയിലായി അത് വന്നു നിന്നു. അവിടെ അവൻ അമർത്തി ചുംബിച്ചു. അവളുടെ അരയിൽ കിടക്കുന്ന ആ ചുവപ്പ് മുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന അരഞ്ഞാണത്തിലായിരുന്നു അവൻ്റെ നോട്ടം ചെന്നു നിന്നത്. അവൻ അരഞ്ഞാണത്തിനെ കടിച്ചു പൊട്ടിച്ചു. അവിടെ നിന്നും വലിച്ചെടുത്തു. ആ അരഞ്ഞാണം കടിച്ചു പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്ന അരഞ്ഞാണത്തിനെ അവളൊന്ന് നോക്കി. അപ്പോഴും അവളിൽ ചെറിയൊരു കിതപ്പുണ്ടായിരുന്നു. അത് നീട്ടി ചുണ്ടുകൾക്കിടയിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ വലിച്ചെറിഞ്ഞു. പിന്നെ അവൻ അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് അവൻ്റെ നാവുകൾ കുത്തിയിറക്കി. അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. പൊങ്ങിയ അവളെ അവൻ ബെഡിലേക്ക് തന്നെ താഴ്ത്തി. അവളുടെ ആ ഭംഗിയുള്ള പൊക്കിളിനെ അവൻ കടിച്ചെടുക്കാൻ തുടങ്ങി. പിന്നീട് അവളുടെ വയറിൽ അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു. പിന്നെ അവൻ മുണ്ടിൽ പിടിച്ചുകൊണ്ട് മുണ്ടഴിച്ചു മാറ്റി. അവളുടെ പാവാടയും അവൻ അഴിച്ചു മാറ്റി. അവളെ അവൻ പൂർണ്ണ നഗ്നയാക്കി. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അവൻ അവൻ്റെ മുണ്ടും അഴിച്ചു മാറ്റി. അവനും പൂർണ്ണ നഗ്നനായി. അവൾക്ക് മുകളിലായി കിടന്നു. 2 ശരീരങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നു. അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും ചുംബിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളെയും മൂക്കിനെയും ചുണ്ടിനെയും പിന്നെ കഴുത്തിനെയും എല്ലാം അവൻ്റെ നാവിനാൽ നുണഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി. അവളുടെ വയറിൽ വന്ന് അവൻ്റെ ചുണ്ടുകൾ വിശ്രമിച്ചു. പൊക്കിൽ ചുഴിയിൽ വീണ്ടും അവൻ ചുംബിച്ചു. അവളുടെ മൂളലുകളും കുറുകലും പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടുകളും നാവുകളും നുണഞ്ഞും തലോടിയും അവളിലെ പെണ്ണിനെ അവൻ ഉണർത്തിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് എണീപ്പിച്ച് അവൻ്റെ മടിയിലിരുത്തി. അവൾ അവൻ്റെ ഇടുപ്പിൽ കാലുകൾ കൊണ്ട് കെട്ടിപ്പിണഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും പതിയെ അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൻ വീണ്ടും അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ മുഖം താഴേക്ക് ചുംബിച്ചും നുണഞ്ഞും ഇറങ്ങി. അവളുടെ പെൺമയിൽ അവൻ്റെ ചുണ്ടുകൾ വിശ്രമം കൊണ്ടു. അവിടെ മൃദുവായി ഒന്ന് ചുംബിച്ചു. അവൾ കിടന്ന് പൊങ്ങി. അവൻ നാവ് ഉപയോഗിച്ച് അവളുടെ പെൺമയെ തളർത്താൻ തുടങ്ങി. അവളിൽ നിന്നും ചീൽക്കാര ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അവൾ പിടഞ്ഞു. അവളുടെ പിടച്ചിൽ അവനിൽ ആവേശം കൂട്ടി. ആ! അവൻ ഉയർന്നു വന്ന് അവളുടെ അരക്കെട്ടിൽ അവൻ്റെ അരക്കെട്ടുമായി ബന്ധിച്ചു. പതിയെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ ചെറുവേദനയെപ്പോലും അവൻ അവൻ്റെ ചുംബനങ്ങളാൽ ഇല്ലാതാക്കി. അവൻ്റെ വേഗത കൂടി. അത് അതിവേഗമായി. അവളിൽ നിന്നും ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി. അവളിൽ നിന്നും വരുന്ന വികാരങ്ങളുടെ ശബ്ദങ്ങൾ അവനെ ആവേശത്തിലാക്കി. അവളിലെ പെൺമയെ കവർന്നെടുത്തുകൊണ്ട് അവൻ വീണ്ടും അവളെ അവൻ്റേതാക്കി. ദീർഘനേരത്തെ ഇണചേരലിനൊടുവിൽ അവൻ തളർന്ന് അവളിലേക്ക് ചേർന്നു. തൻ്റെ ശരീരത്തിനടിയിൽ പതുങ്ങിക്കിടക്കുന്ന അവളെ അവൻ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും നോക്കി. അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ സ്നേഹത്തോടെ അവൻ ചുംബിച്ചു. ആ ചുംബനത്തെ അവൾ സ്വീകരിച്ചു. അമ്മു! അവൻ വിളിച്ചതും അവൾ കണ്ണു തുറക്കാതെ തന്നെ ഒന്ന് മൂളി. കണ്ണു തുറക്ക്, അവൻ പറഞ്ഞു. അവൾ പതിയെ കണ്ണു തുറന്നതും അവൻ്റെ വശ്യമായ നോട്ടം അവളെ തളർത്തി. എനിക്കറിയാം നീ ചെറിയ പെൺകുട്ടിയാണ് എന്നെല്ലാം. പക്ഷെ നീ എന്നിൽ ഒരു ലഹരിയാണ്. നീ വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോകുന്നു പെണ്ണെ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നത്. ഈ വേദന ഞാൻ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്നെ വെറുക്കല്ലേ. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് കൈകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ മൂടിപ്പിടിച്ചു. ഈ വേദന ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ നരിയെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ. ഇനി ഈ നരിയുടെ ഈ പ്രണയത്തെയും ഈ നരിയുടെ ആക്രമണത്തെയും ഞാനിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്.
അവൾ പറഞ്ഞതും അപ്പോൾ ഞാൻ ശരിക്കും ആക്രമിക്കുകയാണ് അല്ലേ പെണ്ണെ? അവൻ ചോദിച്ചതും എന്താ സംശയം? ആക്രമിക്കുക തന്നെയാണ് ഈ നരി, ഈ പാവം എന്നെ. അവൾ പറഞ്ഞതും അതെ, ഈ പാവം പെണ്ണിനെ ഈ നരി വേട്ടയാടി പിടിച്ചത് തന്നെയാണ്. പക്ഷേ അത് കൊല്ലാനല്ല, എൻ്റെ പ്രാണനാക്കാനാണ്, എൻ്റെ ജീവിതത്തിലേക്കും ജീവനിലേക്കും ചേർത്ത് നിർത്താനാണ്. അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ പറയുമ്പോൾ അവളുടെ നീലക്കണ്ണുകൾ ഒന്ന് വിടർന്നു. ഈ നീലക്കണ്ണുകൾ എനിക്ക് തരുന്ന പ്രണയത്തോടെയുള്ള ഒരു നോട്ടം മതി എനിക്ക് നിന്നെ വീണ്ടും എന്നിലേക്ക് ചേർക്കാൻ. അത്രയും ആകർഷിക്കുന്നുണ്ട് ഈ നീലക്കണ്ണുകൾ, എന്നെ പ്രണയിക്കുന്നുണ്ട് ഈ നീലക്കണ്ണുകൾ, എന്നെ കാമിക്കുന്നുണ്ട് നിൻ്റെ ഈ നീലക്കണ്ണുകൾ. അവൻ പറഞ്ഞു. ഇനിയും ഇനിയും വേണം എനിക്ക് നിന്നെ. അവൻ പറഞ്ഞു. ഇച്ഛായ, എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഞാനും വേദനിപ്പിക്കും. അവളൊരു കുറുമ്പോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ കണ്ടു. ശരിക്കും എന്നെ വേദനിപ്പിക്കുമോ? അവൻ ചോദിച്ചു. അത് അങ്ങനെയല്ല, ഇച്ചായൻ തരുന്ന ഈ വേദന അത് തിരിച്ച് ഞാൻ തരുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റൊരു വേദനയും ഇച്ചായൻ്റെ പെണ്ണ് തരില്ല. അവൾ പറഞ്ഞു. ഈ വേദന നീ എനിക്ക് തന്നാൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും. എന്നെ വേദനിപ്പിക്കാമോ? അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ ചോദിച്ചു. വേദനിപ്പിക്കാന്ന് പറഞ്ഞാ? അവൾ ചോദിച്ചു. ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നില്ലേ? അതുപോലെ വേദനിപ്പിക്കാമോ എന്നെ? അവൻ ചോദിച്ചുകൊണ്ട് അവളെയും കൊണ്ട് മറിഞ്ഞു. അവളെ അവന് മുകളിലായി കിടത്തി. പ്ലീസ് അമ്മു, എന്നെ വേദനിപ്പിക്കുക, അവൻ പറഞ്ഞു. അവൻ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വന്യമായ പ്രണയമാണ്, വന്യമായ കാമമാണെന്ന് അവൾക്ക് മനസ്സിലായി. തനിക്കതിന് സാധിക്കുമോ എന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു. അവൻ തന്നെ അവൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് അവൾ ഏറ്റെടുത്തു അത്. അവളും അവനിലേക്ക് വന്യമായി തന്നെ പടർന്നു കയറി. അവളുടെ ആ വന്യത അവനിലെ പുരുഷനെ ആവേശത്തിലാക്കിയിരുന്നു. അവൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അവനിലേക്ക് അവളെ അവൻ ചേർക്കുമ്പോൾ അവൻ അവൻ്റെ നാവിനാൽ ചുണ്ടുകൾ കൊണ്ട് ഒഴിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ കോർത്തു പിടിച്ചു. അവൾ കൊടുക്കുന്ന സുഖത്തിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു ആ സമയം ആൽഫി. അവൻ കടിച്ചു പിടിച്ച് അവൻ്റെ വികാരങ്ങളെ അവൻ അടക്കി നിർത്താൻ ശ്രമിച്ചു. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിലൂടെ ഇഴഞ്ഞു. എല്ലാ അർത്ഥത്തിലും ആൽഫിയുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ അമ്മുവും ശീലിച്ചു തുടങ്ങി. ആദ്യം കണ്ട ആ നാണം ഇപ്പോൾ അവളിലില്ല. അതും അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ അവനെ സന്തോഷിപ്പിച്ചു തുടങ്ങി. അത് അവനിലെ പുരുഷനെ വിജയിക്കുന്നതായിരുന്നു. തന്നെക്കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അവസ്ഥയിൽ അവൻ അവളെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. അവളുടെ നനഞ്ഞു കുതിർന്ന ആ ചുണ്ടുകൾ അവൻ കടിച്ചു നുണഞ്ഞു. ഇരുവരും അത്രയും തീവ്രമായി കെട്ടിപ്പുണർന്നു. വിയർത്ത് കുളിച്ചു. നഗ്നമായ ദേഹങ്ങൾ തമ്മിൽ ഒട്ടി. എന്നാൽ ആൽഫിയും അമ്മുവും മറ്റൊരു ലഹരിയിലായിരുന്നു. അവർ ആസ്വദിക്കുകയായിരുന്നു ആ നിമിഷം. ആൽഫിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും താഴേക്ക് പാത തീർത്തു. അവളുടെ മാറിനെ ചപ്പിയും നുണഞ്ഞും വലിച്ചതും അവൾ അവൻ്റെ മുടിയിൽ കോർത്തു പിടിച്ചു. പുറകിലേക്കായി വളഞ്ഞുപോയി. അവളിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും ഇച്ഛായ എന്ന് പേര് വിളിച്ച് പുലമ്പി അവൾ. എന്നാൽ തൻ്റെ മടിയിലിരുന്ന് ഉയർന്നു പൊങ്ങുന്ന അവളെ വിടാതെ പിടിച്ചുകൊണ്ട് തന്നെ ആ പ്രവൃത്തി ആസ്വദിച്ചു. ആൽഫിയുടെ കൈകളും ചുണ്ടും അവളുടെ ഇരുമാറിലും മാറി മാറി അലഞ്ഞു നടന്നു. പരസ്പരം അവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അനുഭവിച്ചു. അവനെ പൂർണ്ണമായി തൃപ്തനാക്കാൻ അവളിലെ പെണ്ണിന് സാധിച്ചു. ആൽഫി അവളെ അത്രമാത്രം പഠിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. തളർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്ന അവളെ അവൻ അവളെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു. ഒരു കാറ്റിന് പോലും, മുടിനാരഴയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ശ്വാസം ആഞ്ഞു വലിച്ച് തളർന്ന് അവളിരുന്നു. ഇതാണ് ആൽഫി ആഗ്രഹിച്ച പെണ്ണ്. ആൽഫിയോട് കട്ടയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെണ്ണ്. ഇങ്ങനെയാകണം നമ്മുടെ കിടപ്പറയിൽ. ഒളിയും മറയും ഒന്നുമില്ലാതെ, നാണവും പരിഭവങ്ങളും പിണക്കങ്ങളുമില്ലാതെ, പ്രണയവും കാമവും രതിയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളായിരിക്കണം. ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിക്കുന്നത് പോലെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളും പരസ്പരം
രണ്ടുപേരും തൃപ്തിയാകുന്ന രീതിയിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ പിണക്കങ്ങളും പരിഭവങ്ങളും ഇവിടെ അവസാനിക്കണം. എൻ്റെ പെണ്ണിനെ പൂർണ്ണയാക്കാൻ എനിക്കും എന്നെ പൂർണ്ണനാക്കാൻ നിനക്കും സാധിക്കുമെന്ന് നമ്മൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളും അത് ശരിവയ്ക്കുന്നത് പോലെ അവൻ്റെ വിയർപ്പിൽ ഒലിച്ചിറങ്ങിയ ആ മാലകൾക്കിടയിലൂടെ കാണുന്ന ആ നെഞ്ചിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. അവൻ്റെ മടിയിലായിരുത്തി അവളെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി അവനും കട്ടിലിലേക്ക് ചാരിയിരുന്നു. രണ്ടുപേരും പൂർണ്ണ നഗ്നമായി ഒരു പുതപ്പിനാൽ അങ്ങനെയിരുന്നു. അവൻ്റെ മടിയിലിരിക്കുന്ന അവളെ അവനും അത്രയും പ്രണയത്തോടെ കുഞ്ഞുങ്ങളെപ്പോലെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് എപ്പോഴോ അമ്മു ഉറങ്ങിപ്പോയിരുന്നു. അത്രയും ക്ഷീണം അവൾക്ക് ഉണ്ടെന്ന് തോന്നിയ അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവളെയും ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങി. ഒന്ന് ഉറക്കമുണർന്ന് കണ്ണു തുറന്ന അവളെ വീണ്ടും അവൻ്റെ ചുംബനങ്ങളാലും കുഞ്ഞു കുഞ്ഞു കടികൾ സമ്മാനിച്ചും ഉണർത്തി. വീണ്ടും അവളിലേക്ക് അവൻ പടർന്നു കയറി. രണ്ടുപേരും പരസ്പരം മത്സരിച്ച്, രണ്ടുപേരും പ്രണയിച്ച്, രണ്ടുപേരും അവർ പരസ്പരം ആഗ്രഹിക്കുന്ന രീതിയിൽ തൃപ്തയാക്കി. വീണ്ടും അവൻ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ അവൾ ചേർത്ത് പിടിച്ചു. രാവിലെ കണ്ണു തുറന്ന് ആൽഫി കാണുന്നത് അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അവളെയാണ്. ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ വീണ്ടും അവൻ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. അവളുടെ ശരീരം മുഴുവനും അവൻ്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി. അവളെ രണ്ട് കൈയാലും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഈ ഭാഗം ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്ന സ്റ്റോറിയിലും ഇന്ന് റൊമാൻറ്റിക് പാർട്ടായിരുന്നു. രണ്ടും കൂടി എങ്ങനെയായെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.